നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്ത് റബ്ബർ ലഭ്യത ചുരുങ്ങിയിട്ടും വ്യവസായികൾ ഷീറ്റ് വില കുറച്ചു. 219 രൂപയിൽ ഇടപാടുകൾ തുടങ്ങിയ 4ാം ഗ്രേഡ് വാരാന്ത്യം ടയർ കമ്പനികളിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞതോടെ 215 രൂപയായി. 5ാം ഗ്രേഡ് 218 രൂപയിൽ നിന്നും 211 രൂപയായി. ലാറ്റക്സ് 136 രൂപയിലും ഒട്ടുപാൽ 138 രൂപയിലുമാണ്. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ അവധി കിലോ 380 യെന്നിൽ നിന്നും 367 യെൻ വരെ താഴ്ന്ന ശേഷം 372-ലാണ്. യുദ്ധപ്രതിസന്ധി, ചരക്ക് നീക്കം താറുമാറാകുന്നു. നാളികേര കർഷകർക്ക് കണ്ണീർ. കാലാവസ്ഥയും യുദ്ധവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിധി നിശ്ചയിക്കും. ദക്ഷിണേന്ത്യൻ നാളികേര കർഷകരെ കണ്ണീരിലാക്കി കൊപ്ര വില ഇടിയുന്നു. കുരുമുളക് മികവ് നിലനിർത്താനുള്ള ശ്രമത്തിൽ. യുദ്ധം ലേലകേന്ദ്രങ്ങളിൽ ഏലത്തിന് കാലിടറി. ടയർ കമ്പനിക്കാർ റബ്ബർ വില കുറച്ചു. പിന്നിട്ട വർഷം ഏകദേശം 98,000 കോടി രൂപയുടെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി നടന്നു. കപ്പൽ ഗതാഗതത്തിലെ തടസ്സങ്ങളും ഇൻഷുറൻസ് തുക വർധനവും മൂലം ചരക്ക് കയറ്റുമതി രംഗം സ്തംഭനത്തിലാണ്. യുദ്ധ സാഹചര്യം മറയാക്കി രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ നിന്നും ബഹുരാഷ്ട്ര ബയർമാർ പിൻവലിഞ്ഞ് വിലയിൽ ചാഞ്ചാട്ടം സൃഷ്ടിക്കാം. ആഗോള വിപണിയിൽ പ്രിയമേറിയ പല ഉൽപ്പന്നങ്ങളിൽ അമിത ചാഞ്ചാട്ടം ഉളവാക്കി താഴ്ന്ന വിലയ്ക്ക് ചരക്ക് കൈക്കലാക്കാനുള്ള അണിയറ നീക്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള കാർഷിക രാജ്യങ്ങളെ ബാധിക്കും. യുദ്ധ സാഹചര്യത്തിൽ കടൽ മാർഗമുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടു. കപ്പൽ കമ്പനികൾ ചരക്ക് കൂലിയും ഇൻഷുറൻസ് തുകയിലും വരുത്തിയ മാറ്റങ്ങൾ വാങ്ങലുകാരിൽ പതിയുമെന്നത് പല ഉൽപ്പന്നങ്ങൾക്കും ലോകവിപണിയിൽ ഡിമാൻഡ് കുറയ്ക്കാം. വെളിച്ചെണ്ണ വില ഉയർത്തിപ്പിടിച്ച് സ്റ്റോക്ക് വിറ്റുമാറാൻ വൻകിട മില്ലുകാർ നടത്തിയ നാടകങ്ങൾക്കിടയിൽ കൊപ്രയെ ചവിട്ടിത്താഴ്ത്തിയ തമിഴ്നാട് കമ്പനിക്കാർ ഇപ്പോൾ നിലയില്ലാ കയത്തിലാണ്. ഫെബ്രുവരി അവസാനം കാങ്കയത്ത് വെളിച്ചെണ്ണ വില സ്റ്റഡിയായി നിലനിർത്തി കൈവശമുള്ള എണ്ണ പരമാവധി വിറ്റുമാറാൻ അവർ മത്സരിച്ചു. പരിഭ്രാന്തരായ കർഷകർ വിളവെടുപ്പ് വേഗത്തിലാക്കി പച്ചത്തേങ്ങ വിൽപ്പനയ്ക്ക് തിടുക്കം കാണിച്ചു. വ്യവസായികളുടെ നീക്കം കണ്ട് കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം ആദ്യം നിയന്ത്രിച്ചെങ്കിലും പിന്നീട് അവർ വിൽപ്പനയിലേക്ക് ചുവടുമാറ്റിയത് സ്ഥിതിഗതികൾ താറുമാറാക്കി. മാസാരംഭത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാഞ്ഞത് മില്ലുകാരുടെ കണക്കുകൂട്ടലും തെറ്റിച്ചു. കൊച്ചിയിൽ 28,400 രൂപയിൽ നിന്ന് വെളിച്ചെണ്ണ ശനിയാഴ്ച 26,900 ഇടിഞ്ഞു. ഒറ്റ ആഴ്ചയിൽ 1,500 രൂപയുടെ ഇടിവ്. കൊപ്രയ്ക്ക് 1,600 രൂപ ഇടിഞ്ഞ് 15,300 രൂപയായി. തമിഴ്നാട്ടിൽ എണ്ണവില 2,000 രൂപ കുറഞ്ഞു 21,000 രൂപയായി. കൊപ്ര 13,700 രൂപയിലുമാണ്. കൊപ്രയുടെ താങ്ങുവില 12,027 രൂപയാണ്. ശക്തമായ ഒരു താങ്ങുള്ളതിനാൽ ഇനി ചരക്ക് സംഭരണത്തിന് വ്യവസായികൾ രംഗത്ത് ഇറങ്ങാം. കേന്ദ്ര ഏജൻസി വിപണിയിലേക്ക് അടുത്താൽ ആവശ്യാനുസരണം കൊപ്ര കണ്ടെത്തുക ദുഷ്കരമായി മാറുമെന്ന ആശങ്കയും വൻകിട മില്ലുകാരിലുണ്ട്. യുദ്ധാന്തരീക്ഷത്തിനിടയിൽ കപ്പൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിന് കാലതാമസം നേരിടുന്നു. പ്രതീക്ഷിച്ച സമയത്ത് US, യൂറോപ്യൻ തുറമുഖങ്ങളിൽ കണ്ടെയ്നറുകൾ എത്തുന്ന കാര്യം സംശയമാണ്. രാജ്യാന്തര വിപണിയിൽ പ്രിയമേറിയ കാപ്പിയും കുരുമുളകും ഏലവും കൊക്കോയുമെല്ലാം ഇതിൽപ്പെടും. കുരുമുളകിന് 600 രൂപ ഇടിഞ്ഞ് അൺഗാർബിളിന് 694 രൂപയായി കിലോയ്ക്ക്. ഗാർബിൾഡ് മുളകിന് കിലോയ്ക്ക് 714 രൂപ. സീസൺ അവസാനിച്ചതിൽ ഏലത്തോട്ടങ്ങൾ പലതും നിർജീവം. മധ്യവർത്തികളും സ്റ്റോക്കിസ്റ്റുകളും ചരക്ക് നീക്കം കുറച്ച് വില ഉയർത്താൻ ശ്രമിച്ചെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷിതാവസ്ഥ പുതിയ വാങ്ങലുകാരെ രംഗത്തു നിന്നും പിന്തിരിപ്പിക്കുന്നു. നോമ്പുകാലമായതിനാൽ അറബ് രാജ്യങ്ങൾ രംഗത്തില്ല. കിലോയ്ക്ക് 2,500 രൂപ റേഞ്ചിൽ നീങ്ങിയ ശരാശരി ഇനങ്ങൾ ഇതിനകം 2,200 അടുത്തു. ഇതാണിപ്പോൾ റബ്ബറിനും കുരുമുളകിനും വെളിച്ചെണ്ണയ്ക്കുമൊക്കെ വില കുറയാനുണ്ടായ പ്രധാന കാരണങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ